ആരെങ്കിലും റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്നെ ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടല്ലോ? ഓക്കെ, നിങ്ങൾക്ക് ഇപ്പൊ സ്ക്രീനും കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? സ്ക്രീനും കാണാൻ പറ്റുന്നുണ്ടല്ലോ. എന്നെ കണ്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? യെസ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ 2019 നമ്മുടെ സിലബസിൽ, സബ് ഇൻസ്പെക്ടറുടെ സിലബസിൽ സൈക്കോളജി ഇല്ല അല്ലെ? അന്ന് എല്ലാവരും പറഞ്ഞു എക്സാം വളരെ എളുപ്പമാണ്, കുറച്ച് ഈസിയാണ് അല്ലെ? 2021 എക്സാം കഴിഞ്ഞപ്പോ, അതിന് ശേഷം ഒരു എസ് ഐ വന്നപ്പോ 2019 എസ് ഐ വളരെ എളുപ്പമായിരുന്നു അല്ലെ? അതിനുശേഷം രണ്ടാമത്തെ പ്രിലിംസിലാണ് നമുക്ക്, അല്ലെങ്കിൽ മെയിൻസിലാണ് നമുക്ക് സൈക്കോളജി എന്നുള്ള ടോപ്പിക് വരാൻ തുടങ്ങിയത് അല്ലെ? അന്ന് പക്ഷെ വന്നപ്പോ കടുപ്പമായിരുന്നു. പിന്നീട് കഴിഞ്ഞ സബ് ഇൻസ്പെക്ടർ നമ്മളിപ്പോ ഈ കഴിഞ്ഞ വർഷം, അല്ലെങ്കിൽ ഇപ്പൊ അടുത്ത് കഴിഞ്ഞ എക്സാം കഴിഞ്ഞപ്പോ കഴിഞ്ഞ വർഷം കുറച്ചുകൂടി എളുപ്പമായിരുന്നു അല്ലെ? അപ്പൊ ഓരോ വർഷം കഴിയുന്നോറും ഡിഫിക്കൽട്ട് ലെവൽ കൂടുന്നു അല്ലെ? ഡെപ്ത്നെസ് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പൊ ഇന്നത്തെ സൈക്കോളജിയുടെ ചോദ്യങ്ങൾ എവിടെ നിന്നാണ്? ഓക്കെ, ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, എവിടെ നിന്നാണ് ഈ ചോദ്യങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അന്നൊക്കെ ഞാൻ പറഞ്ഞത് ഞാനൊരു വീഡിയോ ഉടനെ ചെയ്യാം, നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ഉടനെ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെയൊക്കെ പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത് ഇഗ്നു ആയിരിക്കാം അല്ലെ? ഇഗ്നു ആയിരിക്കാം. ഇഗ്നു മെറ്റീരിയൽ തന്നെ ആയിരിക്കാം നിങ്ങളുടെ PDF, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൈമറി റിസോഴ്സ്, അല്ലെങ്കിൽ ഏതെങ്കിലും കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മെറ്റീരിയൽ ആയിരിക്കാം. ഈ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ മിക്കവാറും ഇത് ഇഗ്നു തന്നെ ആയിരിക്കണം. റെക്കോർഡ് കിട്ടും അഭിജിത്ത്, റെക്കോർഡ് തരാം, റെക്കോർഡ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ മിക്കവാറും ഇഗ്നു തന്നെയായിരിക്കാം നിങ്ങളുടെ അല്ലെ? അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വേറെ ഏതെങ്കിലും റാങ്ക് ഫയലോ ഒന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല, അത് വേറെ കാര്യം. ഓക്കെ, സോ നമ്മുടെ സബ് ഇൻസ്പെക്ടർ പോലീസിന്റെ കഴിഞ്ഞ വർഷം ചോദിച്ച ചോദ്യങ്ങൾ സിലബസിൽ നിന്നാണോ, സിലബസിൽ നിന്നല്ലേ, ഇഗ്നുവിൽ കവേർഡ് ആണോ, ഈസി ആണോ, ടഫ് ആണോ, എല്ലാം നമ്മൾ ഇന്ന് അനലൈസ് ചെയ്യും. ഓക്കെ, ശരത് മെയിൻ ചാനലിൽ പോവുക, മെയിൻ ചാനലിൽ പോയിട്ട് ജോയിൻ ചെയ്യുക. ഓക്കെ, ലാഫോഴ്സയുടെ മെയിൻ ചാനലിൽ പോകുക. ഓക്കെ, ഏകദേശം 12,000 മെമ്പേഴ്സ് ഉണ്ട്, അവിടെ ലൈവ് ക്ലാസ്സസ് നടക്കുന്നുണ്ട്, അവിടെ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോ അല്ലെ, ലാഫോഴ്സയിൽ ജോയിൻ ചെയ്യുക, ക്ലാസ് അവിടെയാണ് നടക്കുന്നത്. ഓക്കെ, റെക്കോർഡിങ്സ് ഉണ്ടാവും, ലൈവ് കാണാൻ പറ്റാത്തവർക്ക് റെക്കോർഡിങ്സ് ഉണ്ടാവും. സോ പറഞ്ഞു വന്നത്, നമ്മുടെ സൈക്കോളജിയുടെ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻസ് എവിടെ നിന്നാണ് അല്ലെ? സോഴ്സ് ഡിഫിക്കൽട്ട് ആയിരുന്നോ? ഓക്കെ, ഡിഫിക്കൽട്ട് ആയിരുന്നോ? അതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഇഗ്നു പഠിച്ചിട്ടുള്ള ഒരുപാട് പേർക്ക് ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റിയില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഒന്നും ഇഗ്നു എന്നല്ല എന്നൊക്കെ പറയുന്നുണ്ട്, ബട്ട് അതൊന്നുമല്ല, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇഗ്നു തന്നെയായിരുന്നു ചോദിച്ചത്. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കഴിഞ്ഞ വർഷം സബ് ഇൻസ്പെക്ടറിൽ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാല്, ഡയറക്റ്റ് ക്വസ്റ്റ്യന് പകരം അവരെന്ത് ചെയ്തു, അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ തുടങ്ങി. അപ്ലിക്കേഷൻ ലെവൽ. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം എന്താണ് അപ്ലിക്കേഷൻ ലെവൽ എന്നുള്ളത്. കഴിഞ്ഞ തവണ, ഇതിന് മുമ്പ് നടന്ന എസ് എന്താണ്, നിങ്ങൾ കാണാപ്പാഠം പഠിക്കുന്നു, അത് തന്നെ കൊണ്ടുപോയി നിങ്ങൾ എക്സാമിന് റെപ്ലിക്കേറ്റ് ചെയ്യുന്നു അല്ലെ? പക്ഷെ കഴിഞ്ഞ വർഷം ജസ്റ്റ് ക്ക് സംഭവിച്ചത് അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ കൂട്ടി. ഓക്കെ, അപ്ലിക്കേഷൻ ലെവല് സൈക്കോളജി എന്നാൽ സൈക്കോളജിയെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്തൊക്കെ അസുഖങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇംപ്ലിസിറ്റ് അസോസിയേഷൻ ടെസ്റ്റ്. ഇറ്റ് വാസ് കവേർഡ് ഇൻ ഇഗ്നു. ഇഗ്നുവിൽ കവേർഡ് ആയിരുന്നു ഇംപ്ലിസിറ്റ് അസോസിയേഷൻ ടെസ്റ്റ്. ഓക്കെ, ഇഗ്നുവിൽ വളരെ ഭംഗിയായിട്ട് കവർ ചെയ്തതാണ്. ഞാനിവിടെ ഒരു ചെറിയൊരു ഭാഗം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, ഇവിടെ ബി ആണ് ഉത്തരം അല്ലെ? ഇത് കിട്ടിയിട്ടുണ്ടോ? ഒരുപാട് പേർക്ക് ഇത് മേ ബി കിട്ടിയിട്ടുണ്ടാവും അല്ലെ? പ്രെഡിക്റ്റിംഗ് ബിഹേവിയർ ഫ്രം ആറ്റിറ്റ്യൂഡ് എന്നുള്ള ചാപ്റ്ററിനായിരുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദിസ് ഈസ് എ ടെക്നിക് ദാറ്റ് ഈസ് യൂസ് ടു ഗെറ്റ് ട്രൂ ആറ്റിറ്റ്യൂഡ് ഹെൽഡ് ബൈ എ പേഴ്സൺ. ഓക്കെ, ട്രൂ ആറ്റിറ്റ്യൂഡ് അല്ലെ, ദാറ്റ് ഈസ് ഹെൽഡ് ബൈ എ പേഴ്സൺ. Uses reaction time to measure how quickly people associate a certain concept related to true attitude. In this technique, if a person have a negative attitude, which is a term closely related to prejudice. Okay,
സോ പ്രിജുഡീസ് ഈസ് ദി ആൻസർ. ഇഗ്നുവിൽ കവേർഡ് ആണ്. ഇഗ്നു പഠിച്ചവർക്ക് +1 ഒരു മാർക്ക് കിട്ടും. ഓക്കെ, നിങ്ങളിപ്പോ ആലോചിക്കുന്നുണ്ടാവും കഴിഞ്ഞ സബ് ഇൻസ്പെക്ടറുടെ കട്ട് ഓഫ് 47, 48 ഒന്നും അല്ലെ, ഈ പറഞ്ഞ പോലെ ആർമഡ് എസ്ഐന്റെ 51 ഇതൊക്കെ എങ്ങനെയാ വന്നതെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും അല്ലെ. ഇങ്ങനെ പഠിച്ചവരുണ്ടാവും, ഈ രീതിയിൽ പ്രോപ്പർ ആയിട്ട് പഠിച്ചവരുണ്ടാവും. അത് തന്നെയാണ് റീസൺ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇഗ്നു കവേർഡ് ആണ്. ഇഫ് യു സ്റ്റഡീഡ് ഇറ്റ് പ്രോപ്പർലി യു വിൽ ഗെറ്റ് ദി ആൻസർ +1. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, സബ് ഇൻസ്പെക്ടർ എന്നുള്ള ജോലി ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ വീഡിയോ കാണണം. ഓക്കെ, ദിസ് ഈസ് ദ വീഡിയോ. നിങ്ങൾ ഉദ്ദേശിച്ച് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എന്നുള്ള സ്വപ്ന ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, ലോഡ് തിയറി ഓഫ് അറ്റൻഷൻ. ലോഡ് തിയറി ഓഫ് അറ്റൻഷൻ ഇവിടെയൊക്കെ എന്താ പറ്റിയത്? ആപ്ലിക്കേഷൻ ലെവൽ അല്ലെ, അപ്ലൈ നിങ്ങൾ പഠിച്ചൊരു സാധനം അപ്ലൈ ചെയ്യണം അല്ലെ. ലോഡ് തിയറി ഓഫ് അറ്റൻഷൻ, ടൈപ്സ് ഓഫ് അല്ലെങ്കിൽ കൊഗ്നിറ്റീവ് ലോഡ് തിയറി, അതിന്റെ വേറൊരു പേരാണ് കൊഗ്നിറ്റീവ് ലോഡ് തിയറി, വിച്ച് ഈസ് ഓൾസോ കവേർഡ് ഇൻ ഇഗ്നു. ഓക്കെ, സെക്കൻഡ് ടോപ്പിക് ഇഗ്നുവിൽ കവേർഡ് ആയി. പക്ഷേ ഇവിടെ ഇഗ്നുവില് ഇത്രയും ഡെപ്ത് ആയിട്ട് കവേർഡ് ചെയ്യുന്നില്ല. ഇഗ്നു പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഡയറക്റ്റ് കവേർഡ് ഇൻ ഇഗ്നു. ഓക്കെ, നിങ്ങൾക്ക് ഈ സ്റ്റേറ്റ്മെന്റ് ഒന്നും അതേപടി കോപ്പി പേസ്റ്റ് ചെയ്ത് കാണാൻ പറ്റുന്നില്ല. ഓക്കെ, ഞാൻ കുറെ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഇൻഫാക്ട് നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് കിട്ടുകയാണെങ്കിൽ യു ക്യാൻ സെൻഡ് മീ മെസ്സേജ്. ഓക്കെ, പക്ഷെ ഇൻഡയറക്ട്ലി കുറച്ച് കാര്യങ്ങൾ ഇഗ്നുവിൽ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഇപ്പോ കൊഗ്നിറ്റീവ് ലോഡ് തിയറി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ആ ലോഡ് തിയറി അല്ലെ, പെർപെച്വൽ ലോഡ് തിയറി എന്താണ്, ഹൈ പെർപെച്വൽ ലോഡ് തിയറി നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതൊക്കെ കാര്യങ്ങളിൽ അറ്റൻഷൻ ചെയ്യാൻ പറ്റും അല്ലെ. സിമ്പിൾ, ലോ പെർപെച്വൽ ലോഡ് തിയറി, ഹൈ പെർപെച്വൽ ലോഡ് തിയറി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ ഇതിൽ നിങ്ങൾ ഈ ലോഡ് തിയറി ഓഫ് അറ്റൻഷൻ കാണാപ്പാടം പഠിച്ചു പോയിട്ട് ഒരു കാര്യമില്ല. അത് അപ്ലൈ ചെയ്യാൻ പറ്റണം, അപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റണം അല്ലെ. അതാണ് അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ. ഇതൊരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലാന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് ഇതിന്റെ ഉത്തരവും നിങ്ങൾക്ക് 50-50 അപ്രോച്ച് വെച്ച് കണ്ടുപിടിക്കാം. എങ്ങനെ? തേർഡ് സ്റ്റേറ്റ്മെന്റ് ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ഒന്ന് നോക്കിയേ, ഒന്ന് റീഡ് ചെയ്തേ. എനിക്കൊന്നും റെഡ് എടുക്കട്ടെ. ഓക്കെ, എഫക്ട് ഓഫ് പെർപെച്വൽ ലോഡ് ആൻഡ് കൊഗ്നിറ്റീവ് ലോഡ് ആർ ഇൻഡിപെൻഡന്റ്. തേർഡ് സ്റ്റേറ്റ്മെന്റ്. ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ഓക്കെ, പെർപെച്വൽ കൊഗ്നിറ്റീവ് പ്രോസസ് ഇന്ററാക്ട് വിത്ത് ഈച്ച് അതർ അല്ലെ. ആ തേർഡ് സ്റ്റേറ്റ്മെന്റ് ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് തമ്മിൽ യോജിക്കുന്നില്ലല്ലോ അല്ലെ. ഹിയർ യു ഹാവ് ടു യൂസ് യുവർ എലിമിനേഷൻ ടെക്നിക്. ഓക്കെ, നിങ്ങൾക്ക് ടോപ്പിക് അറിയില്ലെങ്കിലും ആ തേർഡ് സ്റ്റേറ്റ്മെന്റിൽ ഞാനിപ്പോ പറഞ്ഞ കാര്യം ഫോർത്ത് സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞ കാര്യം എവിടെയോ എന്തോ ഒരു ചേർച്ചക്കുറവുണ്ട് അല്ലെ. വൺ സ്റ്റേറ്റ്മെന്റ് പറയുന്നു ദേ ആർ ഇൻഡിപെൻഡന്റ് ഈച്ച് അതർ അല്ലെ, ഇൻഡിപെൻഡന്റ്, ദേ ആർ ഫ്രീലി അല്ലെ, ഇൻഡിപെൻഡന്റ് ബന്ധമില്ല. ഓക്കെ, ഫോർത്ത് സ്റ്റേറ്റ്മെന്റിൽ പറയാണ് ദിസ് പ്രോസസ് ഇന്ററാക്ട് വിത്ത് ഈച്ച് അതർ. ഓക്കെ, സോ തേർഡ് ആൻഡ് ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് സീംസ് ടു ബി അപ്പൊ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും നാലാമത്തെ സ്റ്റേറ്റ്മെന്റും ആൻസറിൽ വരുന്നുണ്ടെങ്കിൽ അത് ഉത്തരമാവില്ല അല്ലെ. ഇങ്ങനെയൊക്കെ ചിന്തിച്ചവര് എക്സാമിനേഷൻ ഹാളിൽ ഉണ്ടാവും. ഓക്കെ, ഞാനൊക്കെ എങ്ങനെയാണ് ചിന്തിച്ചത്, എനിക്ക് ഈ ക്വസ്റ്റ്യൻ ശരിക്കും ഉത്തരം കറക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ തേർഡ് സ്റ്റേറ്റ്മെന്റ് ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് വരുന്ന ഓപ്ഷൻസ് തെറ്റുക, കുത്തുക, ബിയും സിയും കുത്തി ആൻഡ് എയും ഡിയും ആണുള്ളത്. നൗ യു ഹാവ് ടു യൂസ് യുവർ 50-50 അപ്രോച്ച്. ബാക്കിയുള്ളൊക്കെ നിങ്ങളുടെ കയ്യിലാണ്. ഓക്കെ, നിങ്ങളിപ്പോ ഡി അല്ലെങ്കിൽ എ കുത്തുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ ഡിസ്ക്രിപ്ഷൻ. ഹവർ മോസ്റ്റ് പ്രോബബ്ലി തേർഡും ഫോർത്തിലും ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയായിരിക്കണം. ഓക്കെ, സോ ഓപ്ഷനിലേക്ക് ഡി തന്നെയായിരിക്കണം ഉത്തരം. ഓക്കെ, തേർഡ് സ്റ്റേറ്റ്മെന്റ് ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് മിസ് ഇറ്റ് ഈസ് പോസിറ്റീവ് നെഗറ്റീവ് അല്ലെ. അപ്പൊ ഒന്ന് ശരിയായിരിക്കണം. UPSC എലിമിനേഷൻ ടെക്നിക്. ഓക്കെ, എല്ലായ്പ്പോഴും ഇത് വർക്ക് ചെയ്യണമെന്നില്ല കേട്ടോ. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് വായിച്ചിട്ട് ഹവർ ഇറ്റ് ഈസ് കവേർഡ് ഇൻ ഇഗ്നു. അഗെയിൻ ഇഗ്നു നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊഗ്നിറ്റീവ് ലോഡ് തിയറി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഷോർട്ട് ടേം മെമ്മറി, ഓക്കെ, കപ്പാസിറ്റി, ലോങ് ടേം മെമ്മറി എന്നൊക്കെ പറഞ്ഞ് കൊഗ്നിറ്റീവ് ലോഡ് തിയറി അല്ലെങ്കിൽ ഹൈ പെർപെച്വൽ തിയറിയെ കുറിച്ച് പറയുന്നുണ്ട്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് അല്ല സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് നിങ്ങൾക്ക് കിട്ടിയില്ല എന്ന് വിചാരിക്കാം. ഓക്കെ, ജസ്റ്റ് ലീവ് ഇറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലെ, ഒരു അപ്ലിക്കേഷനും ഇല്ല, ഒന്നുമില്ല. ഇതിനു മുമ്പ് ചോദിച്ച സബ് ഇൻസ്പെക്ടർ പോലീസിന്റെ അതേ രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ. കവേർഡ് ഇൻ ഇഗ്നുവിൽ കവേർഡ് ആണ്. ഡ്യൂറിംഗ് വിച്ച് സ്റ്റേജ് ഓഫ് പൈഗോട്ട് സെൻസറി മോട്ടർ സ്റ്റേജ് cognitive development do children use their trial and error solving problem? Tertiary circular. C ആണ് ഉത്തരം. അഗെയിൻ ഇഗ്നുവിനെ കൊണ്ട് നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്നുണ്ട്.
ഓക്കെ, ഇൻഫാക്ട് ചോദിച്ച ചോദ്യം ഡയറക്റ്റ് അല്ല, കുറച്ച് ഇൻഡെപ്ത് ആണ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ്, ഫോർത്ത് സ്റ്റേജ്, ഫിഫ്ത് സ്റ്റേജ്, അതിന്റെ ഉള്ളിൽ തന്നെ സബ് സ്റ്റേജസ് ആണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, സോ ടെർഷ്യറി സർക്കുലർ റിയാക്ഷൻ 12 to 18 months അല്ലെ, 12 to 18 months വിച്ച് ഈസ് ഓൾസോ നോൺ ആസ്, നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവുക ഫിഫ്ത് സ്റ്റേജ് അല്ലെ, ഫിഫ്ത് സ്റ്റേജ് എന്നായിരിക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക അല്ലെ, പൈഗറ്റിന്റെ സെൻസറിമീറ്റർ. അതിനേക്കാൾ സബ് സ്റ്റേജ് ആണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, സോ ടെർഷ്യറി സർക്കുലർ റിയാക്ഷൻ ആണ് അതിന്റെ ഉത്തരം. ആൻഡ് ബാക്കിയുള്ള എല്ലാ ഓപ്ഷൻസും ഇഗ്നൂല് അതേപടി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ യു ക്യാൻ സീ ഹിയർ. ഓക്കെ, കവേർഡ് ഇൻ ഇഗ്നു. അപ്പൊ ഇഗ്നുയുടെ PDF വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോ 2 ആൻസർ കിട്ടി അല്ലെ, സൈക്കോളജിയിൽ 2 ആൻസർ കിട്ടി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോഷ്യൽ ഫോബിയ. ഓക്കെ, സോഷ്യൽ ഫോബിയ നിങ്ങളൊക്കെ പറയുന്നുണ്ട് അല്ലെ, ഒരുപാട് പേര് പറഞ്ഞു ഇത് ഈ പറഞ്ഞ പോലെ സിലബസ് ഒന്നൊന്നുമല്ല, വേറെ എവിടുന്ന ചോദ്യങ്ങൾ ചോദിച്ചെന്നല്ല, സിലബസ് തന്നെയാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പ്രിജുഡിസ്, ഇറ്റ് ഈസ് കവേർഡ് ഇൻ സിലബസ് അല്ലെ. നമ്മളിപ്പം നോക്കാൻ പോകുന്ന ഫോബിയാസ്, ഇറ്റ് ഈസ് ഓൾസോ കവേർഡ് ഇൻ അവർ സിലബസ് അല്ലെ, ഇറ്റ് ഈസ് ഓൾസോ കവേർഡ് ഇൻ അവർ സിലബസ്. അങ്ങനെ എല്ലാ ക്വസ്റ്റ്യനും കവേർഡ് ആണ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യനും കവേർഡ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോഷ്യൽ ഫോബിയാസ്. സോഷ്യൽ ഫോബിയ വീണ്ടും അപ്ലിക്കേഷൻ ലെവൽ. നിങ്ങൾ സോഷ്യൽ ഫോബിയ എന്താണെന്ന് പഠിച്ചു പോയാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടില്ല. ഓക്കെ, സോഷ്യൽ ഫോബിയ എന്തൊക്കെയാണ്, ഏതൊക്കെ രീതിയിൽ അതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും, അത് വരുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ പറ്റും നമ്മുടെ ബോഡിയിൽ, അങ്ങനെയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ, കുറച്ച് ഡെപ്ത് ആയിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. സോഷ്യൽ ഫോബിയ, ഡിസ്പ്ലേസ്മെന്റ്, റിപ്രഷൻ, symbolization are the major defense mechanism employed. ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് കവേർഡ് ഇൻ ഇഗ്നു. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇഗ്നുവിൽ കവേർഡ് ആണ്. പ്രൂഫ്, ഡിസ്പ്ലേസ്മെന്റ്, റിപ്രഷൻ. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ നോക്കിയേ, ഡോപ്പോമൈനർജിക് ഡിസ്ഫങ്ഷൻ ഈസ് ഇംപ്ലിക്കേറ്റഡ് അല്ലെ. സോഷ്യൽ ഫോബിയ ഉണ്ടാവുന്ന സമയത്തല്ലേ, നമുക്ക് ഫോബിയ ഉണ്ടാവുന്ന സമയത്ത് ഡോപ്പമൈൻ ഡിസ്ഫങ്ഷൻ ഈസ് ഇംപ്ലിക്കേറ്റഡ് അല്ലെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഡോപ്പമൈനിൽ പ്രശ്നം ഉണ്ടാവുമല്ലോ അല്ലെ, നമ്മുടെ സാഡ്നെസ്, ഹാപ്പിനെസ് ഒക്കെ നിയന്ത്രിക്കുന്ന ഒരു തരം ഹോർമോൺ അല്ലെ, സെക്രീഷൻ, ഡോപ്പമൈൻ, സന്തോഷം അല്ലെ, ഓരോ തോട്ട്, റൈറ്റ്. അപ്പൊ അതിന്റെ ഡിസ്ഫങ്ഷൻ ഈസ് ഇംപ്ലിക്കേറ്റഡ് അല്ലെ, ശരിയാണ്. അതൊരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്. നിങ്ങൾ ഇത് എക്സാമിന് ഇങ്ങനെയൊക്കെ കണ്ടപ്പോൾ ഇതൊന്നും ആലോചിച്ചിട്ടുണ്ടാവില്ല അല്ലെ, എന്താണ് ഡിസ്ഫങ്ഷൻ, എന്താണ് ഡോപ്പമൈൻ എന്നൊക്കെ ഉള്ളത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇതൊക്കെ സോ യു ക്യാൻ എലിമിനേറ്റ് ഓപ്ഷൻ ഡി, റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഓക്കെ, അവോയ്ഡൻസ് ഓഫ് സെക്ഷൽ ഇന്ററാക്ഷൻ ക്യാൻ ബി ഇംപ്രൂവ്ഡ് ത്രൂ ദ യൂസ് ഓഫ് സെലക്ടീവ് സെറോട്ടോണിൻ റീ അപ്ടേക്ക് ഇൻഹിബിറ്റേഴ്സ്. ഓക്കെ, സെലക്ടീവ് സെറോട്ടോണിൻ റീ അപ്ടേക്ക് ഇൻഹിബിറ്റേഴ്സ്. ഓക്കെ, ആ ടേം ഒന്നും നിങ്ങൾ ഇതുവരെ എവിടെയും കേട്ടിട്ടുണ്ടാവില്ല, ശരിയാണ്. സോഷ്യൽ ഫോബിയാസിനെ ടു ട്രീറ്റ് ദി ആൻസൈറ്റി, ഓക്കെ, അതിനൊക്കെ പറയുന്നതാണ് ആന്റി ഡിപ്രസൻസ്. ഓക്കെ, അതിലൊക്കെ ഉൾപ്പെടുന്ന സാധനങ്ങളാണിത്. ഓക്കെ, ഇതിൽ തേർഡ് സ്റ്റേറ്റ്മെന്റ് ബേസിക്കലി എല്ലാ ടെക്സ്റ്റ് ബുക്കും റെഫർ ചെയ്യുന്ന സമയത്ത് ശരിയാണ് കാണിക്കുന്നത്, പക്ഷെ PSCയുടെ ആൻസർ കീഴിൽ അത് തെറ്റാണ്. ഓക്കെ, മേ ബി പക്ഷെ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ നോക്കുക, മോണോ അമിനൈൻ ഓക്സിഡൈസ് ഇൻഹിബിറ്റേഴ്സ്. ഓക്കെ, ഞാൻ ഇറേസ് ചെയ്യാം, നിങ്ങൾ കാണണമെന്നുണ്ടാവില്ല. മോണോ ഓക്സിഡൈസ് ഇൻഹിബിറ്റേഴ്സ് ഈസ് എൻ എഫക്റ്റീവ് ട്രീറ്റ്മെന്റ്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആലോചിക്കണം. ഓക്കെ, വെൻ യൂസ്ഡ് ഇൻ കൺജക്ഷൻ വിത്ത് ടൈറാമൈൻ റിച്ച് ഫുഡ്. ഓക്കെ, ഞാനൊരു സൈക്കോളജിയുടെ ഒരു PDF നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു, ഇഗ്നൂടെ കമ്പൈൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ടാവും, ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല ഇൻ മൈ ചാനൽ. ഓക്കെ, അതില് ഈ മോണോ അമിനൈൻ ഓക്സിഡൈസ് ഇൻഹിബിറ്റേഴ്സിനെ കുറിച്ച് മോണോ അമിനൈസ് ഇൻഹിബിറ്റേഴ്സ് ഓക്സിഡൈസിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, നോക്കുക, മോണോ അമിനൈൻ ഓക്സിഡൈസ് ഇൻഹിബിറ്റേഴ്സ്. ഓക്കെ, ഇറ്റ് മേ ബി കോൾഡ്, ഓക്കെ, സം ഫുഡ് can have a dangerous reaction with MAOI antidepressants. Okay, അപ്പോ it shall not be treated as an effective treatment അല്ലെ. കുറച്ച് ഫുഡുകൾ ഇതിനെതിരെ പ്രതികരിക്കും
അല്ലെ, സൈഡ് എഫക്ട് ഉണ്ടാവാം, പ്രോബ്ലം ഉണ്ടാവാം. സോ ദാറ്റ് മൈ നോട്ട് ബി എൻ എഫക്റ്റീവ് ട്രീറ്റ്മെന്റ്, റൈറ്റ്? സോ ദ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്. അങ്ങനെയാണ് നിങ്ങൾക്ക് ബേസിക്കലി എ ആണ് ഉത്തരം വരേണ്ടത്, പക്ഷെ സി ആണ് PSC കൊടുത്തേക്കുന്ന ആൻസർ. ഓക്കെ, സി ആണ് PSC കൊടുത്തേക്കുന്ന ആൻസർ. ബട്ട് തേർഡ് സ്റ്റേറ്റ്മെന്റ് ബാക്കിയുള്ള സൈറ്റുകളിലും ഈ പറഞ്ഞ പോലെ അഡ്വാൻസ്ഡ് ആയിട്ട് ബുക്കുകളിലൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് തേർഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്നാ പറയുന്നത്. ഓക്കെ, അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ. ഓക്കെ, സോ ഈ ഒരു ചോദ്യവും നിങ്ങൾക്ക് 50-50 അപ്രോച്ച് വെച്ച് കവർ ചെയ്യാൻ സാധിക്കുമായിരുന്നു. ഓക്കെ, നിങ്ങൾ അത്യാവശ്യം ഇഗ്നു മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് പ്രോപ്പർ ഗൈഡൻസിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ യു വിൽ ഗെറ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഇനിയാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ പോകുന്നത്. എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് കയറി അറ്റൻഡ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ അല്ല. ചില ക്വസ്റ്റ്യൻസ് PSC നിങ്ങൾക്ക് കിട്ടരുത്, ഈ ക്വസ്റ്റ്യന്റെ ഉത്തരം നിങ്ങൾ എഴുതരുത്. ഓക്കെ, ആ രീതിയിൽ 1-2 ക്വസ്റ്റ്യൻസ് സൈക്കോളജിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലൊരു ക്വസ്റ്റ്യൻ ആണ് 75th ക്വസ്റ്റ്യൻ. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഒരു എലിമിനേഷൻ ടെക്നിക്കിന് നിൽക്കരുത്, ഒന്നിനും നിൽക്കരുത്, ജസ്റ്റ് ലീവ് ദ ക്വസ്റ്റ്യൻ. ഓക്കെ, നിങ്ങൾക്ക് സൈക്കോളജി ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ നിന്ന് പിന്മാറിക്കോളുക, ഈ ക്വസ്റ്റ്യനിൽ നിന്ന് പിന്മാറിക്കോളുക. ഓക്കെ, സൈക്കോളജി പഠിച്ചവരുണ്ടാവും. ഓക്കെ, സൈക്കോളജി പഠിച്ചവരുടെ കാര്യമാണെങ്കിൽ അവർ 10-ൽ 10 വാങ്ങും, അല്ല ഒരു ക്വസ്റ്റ്യൻ ഡിലീഷൻ ആയിരുന്നു, അപ്പൊ 9-ൽ 9 വാങ്ങും. അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും വലിയൊരു പ്രശ്നമായിരിക്കില്ല, അല്ലെ, ഡിഗ്രിയിലൊക്കെ സൈക്കോളജി പഠിച്ചവര്, അല്ലെ. പക്ഷെ നമ്മൾ സൈക്കോളജി ഇതുവരെ പഠിച്ചിട്ടില്ല, നമ്മളെ പോലുള്ളവർ, അല്ലെ. അപ്പൊ നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കുറച്ച് മാർക്ക് സൈക്കോളജിയിൽ നിന്ന് കിട്ടണം, അതിനാണ് നമ്മൾ സൈക്കോളജി പഠിക്കുന്നത്, അല്ലെ. സോ ഈ ക്വസ്റ്റ്യൻ വാസ് വെരി ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ. ലീവ് സച്ച് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ഇഫ് യു ആർ നോട്ട് ഫ്രം സൈക്കോളജി ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, ഇതിൽ ഇഗ്നു PDF മെമ്മറീസിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഷോർട്ട് മെമ്മറി, ലോങ് ടേം മെമ്മറി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതിൽ ഒരുപാട് ടേമുകൾ, കോംപ്ലക്സ് കൊഗ്നീഷ്യൻ, ഓക്കെ, അതേപോലെ ഗുഡ് പ്രിഡാക്ടർ, അഗെയിൻ ഈ പറഞ്ഞ പോലെ കോറിലേറ്റ്ലെസ്, അങ്ങനെയൊക്കെ ഒരുപാട് ടേംസ് ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അറിയില്ലെങ്കിൽ ജസ്റ്റ് ലീവ് ദ ക്വസ്റ്റ്യൻ. ഓക്കെ, ഡോണ്ട് വെറി അബൌട്ട് ഇറ്റ്. 10-ൽ നിങ്ങൾ ഒരു 2 അല്ലെങ്കിൽ 3 ക്വസ്റ്റ്യൻ ഒന്നും ലീവ് ചെയ്തതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കഴിഞ്ഞ സൈക്കോളജിയിലൊക്കെ നിങ്ങൾക്ക് ഒരു 5 മാർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്കാൾ മുകളിലായിരിക്കും. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അഗെയിൻ എൻ ഈസി ക്വസ്റ്റ്യൻ, അല്ലെ. എല്ലാവർക്കും ഈ ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ടാവണം, അല്ലെ. ചൂസ് ദി കറക്റ്റ് സീക്വൻസ് ഓഫ് ബേസിക് സ്ട്രെങ്ത് എമർജിംഗ് അറ്റ് ഈച്ച് ലെവൽ ഓഫ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് പ്രപ്പോസ്ഡ് ബൈ എറിക്സൺ, അല്ലെ. എല്ലാവർക്കും ഇതിന്റെ ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, അല്ലെ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വളരെ ലിമിറ്റഡ് ആയിരുന്നു. അത് 2 ക്വസ്റ്റ്യൻ അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളൂ, അല്ലെ. സോ ഇഗ്നൂല് കവേർഡ് ആയിരുന്നു. ഇഗ്നൂല് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് കൊടുത്തതാണ്. യു ക്യാൻ സീ ഹിയർ. ട്രസ്റ്റ്, മിസ്ട്രസ്റ്റ്, ഓക്കെ, അതേപടി ചോദിച്ചു. ഓക്കെ, ഇതും കുറച്ച് ഡയറക്റ്റ് അല്ല, കുറച്ച് ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടാണ് ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, എറിക്സന്റെ സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ് ഇഗ്നൂല് കവേർഡ് ആണ്. അപ്പൊ നിങ്ങളിപ്പോ ഇഗ്നു പ്രോപ്പർ ആയിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെ, നിങ്ങൾക്കിപ്പോ 3 മാർക്ക് കിട്ടി. ഞാൻ 50-50 എലിമിനേഷൻ ഒന്നും കൂട്ടുന്നില്ല കേട്ടോ, ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാ കൂട്ടുന്നത്. 3 മാർക്ക് കിട്ടി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വാ. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ സൈക്കോ അനാലിസിസ് തിയറി, അല്ലെ. ഈ ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്തു. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തു. അവർ ഡിലീഷൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഡിലീഷൻ ആണ്. ഇൻഫാക്ട് ഈ ക്വസ്റ്റ്യൻ നമുക്ക് കോമൺ സെൻസ് യൂസ് ചെയ്തിട്ട് എലിമിനേറ്റ് ചെയ്യാമായിരുന്നു. ഓക്കെ, എങ്ങനെയാണ്? നിങ്ങൾ ഫ്രോഡിന്റെ സൈക്കോ അനാലിറ്റിക് അപ്രോച്ച് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും, അല്ലെ. സൈക്കോ അനാലിസിസ്, സിഗ്മണ്ട് ഫ്രോഡ്, അല്ലെ, അൺകോൺഷ്യസ് മൈൻഡ്, കോൺഷ്യസ് മൈൻഡ്, ബ്ലാ 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 എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ അതുകൊണ്ട് ഇതിന്റെ ഉത്തരം കിട്ടുമോ? ഇല്ല, അല്ലെ. അഗെയിൻ സൈക്കോ അനാലിസിസ് നിങ്ങൾ കാണാപ്പാടം പഠിച്ചു, ഉത്തരം കിട്ടണമെന്നില്ല. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, സൈക്കോ അനാലിസിസ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് മോണിസം, റൈറ്റ്. അറിയില്ല, ജസ്റ്റ് ലീവ് ഇറ്റ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് വായിക്കാം. ഫ്രോഡ് പ്രിൻസിപ്പിൾ ഓഫ് കോൺസ്റ്റൻസി ഈസ് ആക്സെപ്റ്റഡ് ബൈ നോൺ സൈക്കോ അനാലിറ്റിക് സ്കൂൾസ് ആസ് വെൽ. എന്തായാലും തെറ്റല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അല്ലെ. സൈക്കോളജി എന്ന് പറഞ്ഞ സബ്ജക്ട് തന്നെ ഓരോരോ പ്രിൻസിപ്പൾ വരുന്നു, അതിനെ ക്രിട്ടിസൈസ് ചെയ്ത് അടുത്ത ആൾ വരുന്നു, അതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നു, അല്ലെ. സൈക്കോ അനാലിസിസ് വന്നു, ക്രിട്ടിസൈസ് ചെയ്തോ ബിഹേവിയർ വരുന്നു, ബിഹേവിയർ വന്നു, ക്രിട്ടിസൈസ് ചെയ്തോ അടുത്ത ആൾ വരുന്നു, ജിസാൾട്ട് വരുന്നു, അല്ലെ. അങ്ങനെ ക്രിട്ടിസൈസ് ചെയ്ത് അതിലുള്ള പ്രോബ്ലംസ് കണ്ടെത്തിയിട്ടാണ് അടുത്ത ഓരോരോ തിയറീസ്, അല്ലെ. ഇതിങ്ങനെയല്ല, അങ്ങനെയാണ്, ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് അത് വരുന്നത്. സോ ബേസിക്കലി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്. എല്ലാവർക്കും കിട്ടേണ്ടതാണ്, അല്ലെ. എല്ലാവരും ഫ്രോഡിന്റെ തിയറി ആക്സെപ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ പഠിച്ച ടോപ്പിക്കിൽ തന്നെ, നിങ്ങൾ പഠിച്ചതിൽ തന്നെ ഏത് മെറ്റീരിയൽ ആണെങ്കിലും അതിൽ പറയുന്നുണ്ടാവും, അല്ലെ.
ഫ്രോഡിന്റെ സൈക്കോ അനാലിസിസിനുള്ള വിമർശനം അല്ലെങ്കിൽ ക്രിറ്റിസിസം അല്ലെ. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് റോങ് ആകുമ്പോൾ എ പോവും, ബി പോകും, എയും ബിയും പോവും അല്ലെ, സിയും പോവും. ഡി ആണ് ഉത്തരം വരേണ്ടത്. ഹൗഎവർ ഈ സ്റ്റേറ്റ്മെന്റ് ഡിലീഷൻ ആയിരുന്നു. ഓക്കെ. ഫ്രോഡ് പ്രപ്പോസ്ഡ് റിജിഡ് ആൻഡ് യൂണിവേഴ്സൽ ഡെവലപ്മെന്റ് ഫേസസ്. അത് തെറ്റാണ്. ഓക്കെ. ഫ്രോഡിന്റെ തിയറിയിൽ റിജിഡും യൂണിവേഴ്സലും ഒന്നുമല്ല. ഫ്രോഡിന്റെ ഡിഫറൻസിയേഷൻ, ഡിഫറെന്റ് ഫേസസ് വേറെതായിരുന്നു. വേറെ രീതിയിലായിരുന്നു. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ. സോ തേർഡ് സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. ഇവിടെ ഓപ്ഷൻ 1 and 4 എന്നായിരുന്നുവെങ്കിൽ അതായിരിക്കുമായിരുന്നു ശരി. ഓക്കെ. സോ ഓപ്ഷൻ എലിമിനേറ്റ് ആയിപ്പോയി. തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഫ്രോഡിന്റെ അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ആ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എലിമിനേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളുടെ നോളജ് വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റില്ല, കോമൺ സെൻസ് യൂസ് ചെയ്തിട്ട്. റൈറ്റ്. ഞാനിപ്പോ പറഞ്ഞു. അഗെയിൻ ഇതും നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഇഗ്നൂന്ന് കിട്ടുന്നത് തന്നെയാണ്. ഇഗ്നൂല് കവേർഡ് ആണ്. ഹവർ നോട്ട് ആ സ്റ്റേറ്റ്മെന്റ് ആരെങ്കിലും കിട്ടും. ഓക്കെ. ഡിലീഷൻ ആണെങ്കിലും നമുക്കിത് കൂട്ടാം. ഓക്കെ. ഡിലീഷൻ ആണ് എന്നിരുന്നാലും ജസ്റ്റ് കൗണ്ട് ചെയ്യാം. 4 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇപ്പൊ ഇഗ്നൂന്ന് കിട്ടി. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ലീവ് ദ ക്വസ്റ്റ്യൻ. ഓക്കെ. ഇതെന്താണ് ചോദിച്ചേക്കുന്നത് ഒരു പിടുത്തവും അല്ലെ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ലീവ് ചെയ്യാം. ഒരു ടെൻഷനും വിചാരിക്കേണ്ട, ഒരു സങ്കടവും വിചാരിക്കേണ്ട, ലീവ് ചെയ്തോ. ഓക്കെ. ഒരുപാട് ഫാക്റ്റുകൾ അടങ്ങിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ. ന്യൂറോ ബയോളജിക്കൽ ബേസിസ് ഓഫ് ഇമോഷണൽ എക്സ്പീരിയൻസ്. ജസ്റ്റ് ലീവ് ദ ക്വസ്റ്റ്യൻ. ഓക്കെ. ഒരു 10 ക്വസ്റ്റ്യനിൽ ഒരു രണ്ട് ക്വസ്റ്റ്യൻ ഒക്കെ ലീവ് ചെയ്യാനുള്ളത് തന്നെയാണ്. നിങ്ങൾക്ക് ഉത്തരം കിട്ടരുത് എന്നുള്ള രീതിയിൽ ആയതുകൊണ്ട് അങ്ങനെ തന്നെയാണ് PSC ചോദിക്കുന്നതും. അത് മനസ്സിലാക്കിയിട്ട് ടൈം വേസ്റ്റ് ചെയ്യാതെ ജസ്റ്റ് ലീവ് ദിസ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് സൈക്കോളജി ബാക്ക്ഗ്രൗണ്ട് ഇല്ല, നിങ്ങൾ എവിടെയെങ്കിലും സൈക്കോളജി പഠിച്ചിട്ടില്ല, ഡിഗ്രിയിലോ എവിടെയെങ്കിലും ഇല്ലെങ്കിൽ ലീവ് ചെയ്യുക. നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നോളജ് വെച്ച് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുക. ഓക്കെ. ദിസ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ഇസ് വെരി ഡിഫിക്കൽട്ട് ഫ്രം എ നോൺ സൈക്കോളജിക്കൽ സ്റ്റുഡൻസ്. നോൺ സൈക്കോളജിക്കൽ എന്താ പറയുന്നത്, അതിൽ നോക്കുന്ന സമയത്ത് ഈ ക്വസ്റ്റ്യൻ ഇസ് വെരി ഡിഫിക്കൽട്ട്. ജസ്റ്റ് ലീവ് ഇറ്റ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ അഗെയിൻ കവേർഡ് ഇൻ ഇഗ്നു. ഡയറക്റ്റ് ആയിട്ട് കവേർഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. റെമിൻസീൻസ് ബംപ് തിയറി. ഓക്കെ. ഇതൊരു തിയറിയാണ്. ഓൾഡ് ഏജ്ഡ് ആയിട്ടുള്ളവർക്കൊക്കെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ ഓർമ്മക്കുറവുള്ളവർക്കൊക്കെ യൂസ് ചെയ്യുന്ന ഒരു തെറാപ്പിയാണ്. ഓക്കെ. റീകോളിംഗ് കപ്പാസിറ്റി. റെമിനൻസ് തെറാപ്പി ഇൻവോൾവ്സ് റീകോളിംഗ് ദ പാസ്റ്റ് ആസ് എ വേ ടു ഇൻക്രീസ് സെൽഫ് എസ്റ്റീം ആൻഡ് സോഷ്യൽ കണക്ഷൻ. റീകോളിംഗ് പേഴ്സണൽ മെമ്മറീസ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. ഓക്കെ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. ഡി പോകും അല്ലെ. ഡി നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാം. ലൈഫ് സ്ക്രിപ്റ്റ് തിയറി tends to support the remnants bulb shown by older people. ആ സ്റ്റേറ്റ്മെന്റും ശരിയാണ് കേട്ടോ. ആ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. 79A ആണ് ഉത്തരം. ഓക്കെ. ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. ഭയങ്കര ഈ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടേംസും കാര്യങ്ങളൊന്നും ഇതിൽ വരുന്നില്ല. ഓക്കെ. നിങ്ങൾ 78ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എത്ര ടേംസ് ആണ് അവിടെ വന്നേക്കുന്നത്. ഓക്കെ അല്ലെ. ഇത് അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. നിങ്ങൾ ഇഗ്നൂല് ഞാനൊരു ചെറിയൊരു ഭാഗം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾ പ്രോപ്പർ ആയിട്ട് റീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടും. ഓക്കെ. സോ അഗെയിൻ ഇഗ്നു വെച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 ക്വസ്റ്റ്യൻ എനിക്കോളെ 5 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടി. അവസാനത്തെ ഒരു ക്വസ്റ്റ്യൻ 80ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ. അഡോൾഫ് മേയർ. ഇത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ വിട്ടുകളയാ, അറിയെങ്കിൽ അറ്റംപ്റ്റ് ചെയ്യാം. ഓക്കെ. ഇവിടെ നിങ്ങൾക്ക് എലിമിനേഷനും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാനൊന്നുമില്ല. അറിയില്ല, ഞാൻ ഇതുവരെ ഇന്ന ഒരു സാധനം കേട്ടിട്ടില്ല. ഓക്കെ. ജസ്റ്റ് ലീവ് ഇറ്റ്. നിങ്ങൾ എവിടെയെങ്കിലും ഏതെങ്കിലും രീതിയിൽ എപ്പോഴെങ്കിലും ഓൺലൈൻ സൈറ്റിലോ ഈ പറഞ്ഞ പോലെ അല്ലെങ്കിൽ വെരി വെൽ മൈൻഡ് നിങ്ങൾക്ക് അറിയില്ല. വെരി വെൽ മൈൻഡ് എന്ന് പറഞ്ഞൊരു സൈക്കോളജിയുടെ ഒരു സൈറ്റ് ഉണ്ട്. ഓക്കെ. ഈ പറഞ്ഞിട്ടുള്ള 10 ക്വസ്റ്റ്യനും അതിൽ കവേർഡ് ആണ്. വെരി വെൽ മൈൻഡ് അടിച്ചു നോക്കിയാൽ മതി. വെരി വെൽ മൈൻഡ് സൈക്കോളജി എന്ന് അടിച്ചു നോക്കിയാൽ മതി. ഓക്കെ. നിങ്ങൾക്ക് നോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സൈറ്റ് ഈസ് വെരി യൂസ്ഫുൾ. ഓക്കെ. ഭയങ്കര യൂസ്ഫുൾ ആണ്. വെരി വെൽ മൈൻഡ്. ഓക്കെ. സോ persons who contributed to the psychology. Okay. If you know the answer, mark it or just leave it. Okay. So അപ്പൊ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ തന്നെ നിങ്ങൾ ഇഗ്നു PDF വെച്ചാണ് പഠിക്കുന്നതെങ്കിൽ 10ൽ 5 മാർക്ക് നിങ്ങൾക്ക് കിട്ടും അല്ലെ. 1 എലിമിനേറ്റ് ആയി പോയി. 9ൽ 4 മാർക്ക് വിച്ച് ഈസ് ഈക്വൽ ടു 5/10 അല്ലെ. ആദ്യത്തെ 2 ക്വസ്റ്റ്യനിൽ നിങ്ങൾ കുറച്ചേരം എലിമിനേഷൻ ടെക്നിക്ക് അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യം ഇൻഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ നോക്കിയിരുന്നെങ്കിൽ ഐ തിങ്ക് യു ക്യാൻ ഗെറ്റ് അറ്റ്ലീസ്റ്റ് 6 out of 10. അഗെയിൻ 5 out of 9 ഈക്വൽ ആണ് 5 out of 9 അല്ലെ.
ഓക്കെ, ഇനി നിങ്ങൾ പറ സൈക്കോളജി അത്ര കടുപ്പമായിരുന്നോ? ഓക്കെ, സൈക്കോളജി ഇത്ര കടുപ്പം ആയിരുന്നോ? അടുത്ത സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിൽ 2025 ഈ വരുന്ന സെപ്റ്റംബറിൽ നടക്കാൻ പോകുന്ന എക്സാമിൽ ഇതിനേക്കാൾ കുറച്ചുകൂടി ഡെപ്ത് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് പ്രതീക്ഷിക്കുക. നിങ്ങൾ പ്രതീക്ഷിച്ചോ അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, മേ ബി 2020 ഇതിനു മുമ്പ് നടന്നിട്ടുള്ള സബ് ഇൻസ്പെക്ടറിലെ ക്വസ്റ്റ്യൻസ് വരാം, കുറച്ച് ക്വസ്റ്റ്യൻസ്, പക്ഷെ അപ്ലിക്കേഷൻ ലെവൽ തന്നെയായിരിക്കണം കൂടുതൽ ഉണ്ടാവുക. PC ഒരു തവണ ഡെപ്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നീട് പിറകോട്ടേക്ക് പോകില്ല. ഓക്കെ, നോട്ട് ലൈക്ക് UPSC. പിന്നെ ഡെപ്ത്നെസ് ഇൻക്രീസ് ചെയ്യാന്നല്ലാതെ PSCയുടെ ചരിത്രത്തിൽ പിന്നെ ക്വസ്റ്റ്യൻ പിന്നെ ഈസി ആക്കി ചരിത്രമില്ല, നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, സോ നിങ്ങൾ സൈക്കോളജി പഠിക്കുന്ന സമയത്ത് ഇനി എന്ത് ചെയ്യണം? ഓക്കെ, ഇഗ്നു മെറ്റീരിയൽ പഠിക്കുന്ന സമയത്ത് റീഡ് ഈച്ച് ആൻഡ് എവറി പോർഷൻ. ഓക്കെ, റീഡ് ഈച്ച് ആൻഡ് എവറി പോർഷൻ ബേസ്ഡ് ഓൺ PYQ അപ്രോച്ച്, പ്രീവിയസ് ഇയർ അപ്രോച്ച് വെച്ചിട്ട് പഠിക്കണം. ഓക്കെ, യൂസ് ദ സൈറ്റ് വെരി വെൽ മൈൻഡ് സൈക്കോളജിയുടെ ഒരു സൈറ്റ് ആണ്, അതും യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അറിയുന്നതായിരിക്കും. ഓക്കെ, സോ നിങ്ങൾക്ക് ഇനി സൈക്കോളജിയിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിൽ 2025 സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിന്റെ പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ യു ക്യാൻ ബി എ പാർട്ട് ഓഫ് ലാ ഫോഴ്സ. ഓക്കെ, SA മെയിൻസ് ഓൺലി ബാച്ചിന്റെ 599 ഓർ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് പ്രിലിംസ് കം മെയിൻസ് ബാച്ചിന്റെ 749. ദിസ് ഈസ് ദി മോസ്റ്റ് അഫോർഡബിൾ ക്ലാസ് യു വിൽ ഗെറ്റ്. ഓക്കെ, വി ഗ്യാരണ്ടി ഏറ്റവും അടിപൊളി ക്ലാസ് ആയിരിക്കും. പ്രിലിംസ് ആണെങ്കിലും മെയിൻസ് ആണെങ്കിലും ബാക്കിയുള്ള ജനറൽ ടോപ്പിക്കുകളാണെങ്കിലും എല്ലാം നല്ല അടിപൊളി ക്ലാസ് ആയിരിക്കും. സോ ഡോണ്ട് വെറി അബൌട്ട് ഇറ്റ്. അവർ PDF ആൻഡ് കണ്ടന്റ് ഈസ് UPSC മാതൃകയിൽ തന്നെയാണ് നിങ്ങളുടെ പഠിപ്പിക്കുക. ഓക്കെ, സോ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇത്ര മതി. ഒരുപാട് പേര് റെക്കോർഡിങ്സ് ഉണ്ടോ എന്ന് വെച്ചിട്ട് എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കുന്നുണ്ട്. റെക്കോർഡിങ്സ് ഉണ്ടാവും, റെക്കോർഡിങ്സ് ഇടാം. ഓക്കെ, റെക്കോർഡിങ്സ് ഉണ്ടാവും. സോ ഓൾ ദ ബെസ്റ്റ്. നമ്മുടെ സബ് ഇൻസ്പെക്ടർ പോലീസിന്റെ നോട്ടിഫിക്കേഷൻ വന്നു, അപ്ലൈ ചെയ്യുക. സിലബസ് ഇന്ന് വന്നിട്ടാന്ന് തോന്നുന്നു അല്ലെ? ഇന്ന് വന്നിട്ടില്ലെങ്കിൽ നാളെ എന്തായാലും വരും. സോ ഓൾ ദ ബെസ്റ്റ്. നമുക്കിനി അടുത്തൊരു ഭാഗത്തിൽ കാണാം. ഓക്കെ, സോ താങ്ക് യു.